ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് പഠനവക്രങ്ങളും അതിൻ്റെ സവിശേഷതകളും പഠനപീഠസ്ഥലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഭിപ്രേരണയെക്കുറിച്ചും ബിഹേവിയർസ് തിയറീസിനെക്കുറിച്ചും ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷനെക്കുറിച്ചാണ്. നമുക്കറിയാം മോട്ടിവേഷൻ എന്താണ്, അഭിപ്രേരണ എന്താണെന്ന് നമുക്കറിയാം. എന്നിരുന്നാൽ തന്നെയും അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട് ഗിൽഫോർഡ് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രവർത്തനം തുടങ്ങാനും, അത് ഏതെങ്കിലും ഒരു പ്രവർത്തനം തുടങ്ങാനും അത് നിലനിർത്താനും വേണ്ടിയിട്ടുള്ള പ്രവണത വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമോ അവസ്ഥയോ ആണ് ഗിൽഫോർഡ് ഈ ഒരു അഭിപ്രേരണയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും മോട്ടീവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു ഡെഫിനിഷൻ ചിലപ്പോൾ നമുക്ക് ചോദിച്ചേക്കാം. നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മോട്ടിവേഷൻ എന്നാണ്. മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോട്ടിവേഷൻ എന്ന പദം മോട്ടം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. മോട്ടം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് മോട്ടിവേഷൻ എന്നൊരു വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോട്ടീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടൊരു മോട്ടിവേഷൻ സൈക്കിളുണ്ട്. ആ സൈക്കിള് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ മോട്ടിവേഷൻ സൈക്കിൾ രൂപപ്പെടാൻ കുറച്ച് ഘടകങ്ങളുണ്ട്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. ഈ മോട്ടിവേഷൻ സൈക്കിൾ ആദ്യമായിട്ട് വരുന്നത് ഒരു നീഡ്സാണ്, ഒരു ആവശ്യമാണ്. നമ്മുടെ ഉള്ളിലെ ഒരു ലക്ഷ്യമാണ് എന്തായിട്ട് മാറുന്നത്, ഒരു അഭിപ്രേരണയായി മാറുന്നത്. അതിൽ നിന്നും, ആ അഭിപ്രേരണയിൽ നിന്നും, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു മോട്ടീവിൽ നിന്നും നമുക്ക് ടെൻഷൻ ഉടലെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ആവശ്യമുണ്ടാകുന്നു. ആ ആവശ്യത്തിൽ നിന്നും നമ്മളിലുള്ളൊരു പ്രേരണ ഉടലെടുക്കുന്നു. ആ പ്രേരണയിൽ നിന്നും നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് പിരിമുറുക്കം ഉണ്ടാകുന്നു. നമ്മുടെ മനസ്സിൽ പിരിമുറുക്കം അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകും. LPUP എക്സാം നമ്മൾ വിജയിക്കണമെങ്കിൽ, നമ്മൾക്ക് ആ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം, നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ജോലിയാണ്, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് ഒരു ജോലിയാണ്. ആ ആവശ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളിൽ എന്തുണ്ടാകുന്നു? ഒരു പ്രേരണ ഉണ്ടാകുന്നു, അല്ലേ? മോട്ടീവ് ഉണ്ടാകുന്നു. അത് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് ലഭിക്കണം, അത് കിട്ടണം, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു മോട്ടീവ് ഉണ്ടാകുന്നു. നമ്മൾ അതിനുവേണ്ടി പഠിക്കാൻ ശ്രമമായിരിക്കുന്നു. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മോട്ടീവ് അല്ലെങ്കിൽ പ്രേരണ എന്ന് പറയുന്നത്. ആ പ്രേരണയിൽ നിന്ന് നമുക്ക് ടെൻഷൻ ഉടലെടുക്കുകയും ചെയ്യും. അതായത് നമുക്ക് പിരിമുറുക്കം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല പല ചിന്തകൾ വരും. എന്നെക്കൊണ്ടത് സാധിക്കുമോ, നമുക്കിത് ലഭിക്കുമോ, കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടി, ഒരു ടെൻഷൻ നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. അതാണ്. അപ്പോൾ ഒരു നീഡ് വരുന്നു. ആ നീഡ് എന്ത് ജനറേറ്റ് ചെയ്യുന്നു? ഒരു മോട്ടീവ് ജനറേറ്റ് ചെയ്യുന്നു, ഒരു അഭിപ്രേരണ ജനറേറ്റ് ചെയ്യുന്നു. ആ പ്രേരണയിൽ നിന്നും നമുക്ക് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലേ? ടെൻഷൻ വരെയായി. ഈ ടെൻഷനെ കുറയ്ക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ടെൻഷൻ ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം, നമ്മൾ പ്രയത്നിക്കണം, അല്ലേ? എന്തിനു വേണ്ടി പ്രയത്നിക്കണം? നമ്മൾ പഠിക്കുക, ആ ജോലിക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം, നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ആക്ഷൻ എടുക്കുന്നു, നല്ല രീതിയിൽ പഠിക്കുന്നു. ആ പഠിത്തത്തിലൂടെ നമുക്ക് എന്ത് ലഭിച്ചു? ഒരു റിസൾട്ട് ലഭിച്ചു. എന്താണ്? ആ ഒരു പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയിൽ നമ്മൾ സക്സസ് ആയി, നമ്മൾ വിജയിച്ചു, നമുക്ക് ജോലി കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മൾ കൈവരുന്നു. അതിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. ഇതാണ് മോട്ടിവേഷൻ സൈക്കിൾ അല്ലെങ്കിൽ അഭിപ്രേരണ ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അഭിപ്രേരണ ചക്രത്തിലെ 5 ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കുക. ആദ്യം വരുന്നത് നീഡ്സാണ്. ഒരു ആവശ്യം വരുന്നു. ആ ആവശ്യത്തിലൂടെ നമുക്കുള്ളിൽ ഒരു മോട്ടീവ് ഉണ്ടാക്കുന്നു. ആ മോട്ടീവിലൂടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടെൻഷൻ കുറയ്ക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ഷൻ എടുക്കുന്നു. ആ ആക്ഷനിലൂടെ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു? സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഒരു തിയറിയുണ്ട്, നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. ഇത് ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മക്ലെലൻഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെതാണ്. 1951 അദ്ദേഹം അത് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ മക്ലെലൻഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി രൂപീകരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മക്ലെലൻഡാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യാവഹാരിക സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ബിഹേവിയർസ് തിയറീസിനെ കുറിച്ചാണ്. ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനമാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ചോദക പ്രതികരണങ്ങളുടെ, സ്റ്റിമുലസിൻ്റെയും റെസ്പോൺസിൻ്റെയും ബന്ധം കണ്ടെത്തുവാൻ വേണ്ടി ലോകത്താദ്യമായിട്ട് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ് പാവ്ലോവ് എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ഇതായതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്ന പേരുകളാണ് പ്രതികരണാനുബന്ധനം, ഇച്ഛാതീതാനുബന്ധനം, എസ് ടൈപ്പ് അനുബന്ധനം. പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനത്തിന് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ അറിയപ്പെടുന്ന പേരുകളാണ് പ്രതികരണാനുബന്ധനം, ഇച്ഛാതീതാനുബന്ധനം, എസ് ടൈപ്പ് അനുബന്ധനം. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുന്നത് വ്യവഹാരിക സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് തിയറിയാണ്.
അതിൽ ഒന്നാമത്തെ സൈക്കോളജിസ്റ്റാണ് പാവ്ലോവ്. പാവ്ലോവിൻ്റെ പൗരാണികാനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദക പ്രതികരണങ്ങളെക്കുറിച്ചു, സ്റ്റിമുലസിനെയും റെസ്പോൺസിനെയും കുറിച്ച് അതിൻ്റെ ബന്ധം കണ്ടെത്തുവാൻ ലോകത്താദ്യമായിട്ട് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? പാവ്ലോവ് എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ഇതായതുകൊണ്ട്, ഏതായതുകൊണ്ട് പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനമായതുകൊണ്ട് ഈ പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനത്തിനെ, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ അറിയപ്പെടുന്ന പേരുകളാണ് പ്രതികരണാനുബന്ധനം, ഇച്ഛാതീതാനുബന്ധനം, ഇസ്റ്റൈപ്പ് അനുബന്ധനം. അപ്പോൾ ഇതേത് ചോദിച്ചു കഴിഞ്ഞാലും ആരുടേതാണെന്ന് പഠിക്കുക, മനസ്സിലാക്കുക, പാവ്ലോവിൻ്റേതാണെന്ന് അറിഞ്ഞിരിക്കുക. പ്രതികരണാനുബന്ധനം, ഇച്ഛാതീതാനുബന്ധനം, ഇസ്റ്റൈപ്പ് അനുബന്ധനം, ഇതെല്ലാം പാവ്ലോവിൻ്റെയാണ്. പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനത്തിനെ അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ അറിയപ്പെടുന്ന മറ്റ് പേരുകളാണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു പട്ടിയെ എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടിലടയ്ക്കുന്നു. ആ കൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കണ്ണാടി വെക്കുന്നു. ആ കണ്ണാടിയിൽ കൂടി പാവ്ലോവിന് പട്ടിയുടെ നിരീക്ഷണങ്ങളെല്ലാം രേഖപ്പെടുത്താനും മനസ്സിലാക്കാനും സാധിക്കുന്നു. എന്നാൽ പട്ടിക്ക് പാവ്ലോവിനെ കാണാനോ ഒന്നും സാധിക്കുന്നുമില്ല. അങ്ങനെ ആ കൂട്ടിന് ഫ്രണ്ടിൽ തന്നെ പട്ടിക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പും അദ്ദേഹം ചെയ്യുന്നു. അപ്പോൾ ഈ പട്ടിയുടെ കൂടിൻ്റെ ഫ്രണ്ടിലായിട്ട് അദ്ദേഹം ഒരു ഇറച്ചിയുടെ കഷ്ണം വെക്കുകയാണ്. അപ്പോൾ ഈ ഇറച്ചി കാണുമ്പോഴെല്ലാം അല്ലെങ്കിൽ ഈ ഇറച്ചി കൊടുക്കുമ്പോഴെല്ലാം പട്ടിയുടെ വായിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ഉമിനീര് അല്ലെങ്കിൽ സലൈവ വരുന്നുണ്ട്. എന്നാൽ കുറേ പ്രാവശ്യം ഇറച്ചി കൊടുത്തതിന് ശേഷം അദ്ദേഹം ഇറച്ചി കൊടുക്കുന്ന സമയത്തെല്ലാം എന്ത് ചെയ്തു? ഒരു മണിയൊച്ച കേൾപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഈ മണിയൊച്ച കേൾപ്പിക്കുന്ന സമയത്ത് പട്ടിയുടെ വായിൽ നിന്ന് എന്ത് വന്നില്ല? സലൈവ വന്നില്ല. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ഇറച്ചി കൊടുക്കുന്ന സമയത്തെല്ലാം മണിയൊച്ച കേൾപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു പ്രക്രിയ ഇങ്ങനെ നിരവധി പ്രാവശ്യം ആവർത്തിച്ചു. അതായത് ഇറച്ചി കൊടുക്കുന്ന സമയത്തെല്ലാം എന്ത് ചെയ്യുന്നു? മണിയൊച്ച കേൾപ്പിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു? ഇറച്ചി കൊടുക്കാതെ മണിയൊച്ച മാത്രം കേൾപ്പിച്ചു. അതായത് ഈ ഇറച്ചി കൊടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്തു? മണിയൊച്ച കേൾപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? പട്ടിയുടെ വായിൽ നിന്നും സലൈവ വന്നു. അങ്ങനെ ഇറച്ചി നൽകാതെ തന്നെ മണിയൊച്ച മാത്രം കേൾപ്പിച്ചപ്പോൾ നായയുടെ വായിൽ നിന്ന് ഉമിനീര് വന്നു. മണിയൊച്ച കേട്ട് ഉമിനീരൂറാൻ ആര് പഠിച്ചു? നായ പഠിച്ചു. ഈ ഒരു പുതിയ കൃത്രിമ ബന്ധത്തിനെയാണ് എന്ത് പറയുന്നത്? അനുബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നാൽ അനുബന്ധനത്തിന് മുമ്പും അനുബന്ധനത്തിന് ശേഷവും വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് അനുബന്ധനത്തിന് മുമ്പ് ഇവിടെ ഇറച്ചി എന്ന് പറഞ്ഞു, ഇറച്ചി പട്ടിക്ക് കൊടുത്തു. ആ ഇറച്ചി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റിമുലസാണ്, ചോദകമാണ് അല്ലേ? അതേപോലെ മണിയൊച്ചയും എന്തു തന്നെയാണ്? അതും ഒരു ചോദകമാണ്. അപ്പോൾ ഇറച്ചിയും അതേപോലെ മണിയൊച്ചയും, ഇവിടെ ഇറച്ചിയും മണിയൊച്ചയും എന്താണ്? ചോദകങ്ങളാണ് അല്ലെങ്കിൽ സ്റ്റിമുലസ് ആണെന്ന് മനസ്സിലാക്കണം. പട്ടിയുടെ വായിൽ നിന്നും വരുന്ന സലൈവ എന്താണെന്ന് മനസ്സിലാക്കണം? പ്രതികരണമാണ് അല്ലെങ്കിൽ റെസ്പോൺസ് ആണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഇറച്ചിയും അതേപോലെ ഫുഡും മണിയൊച്ചയും എന്താണ്? സ്റ്റിമുലസ് ആണ് അല്ലെങ്കിൽ ചോദകമാണ്. എന്നാൽ പട്ടിയുടെ വായിൽ നിന്നും വരുന്ന സലൈവ എന്താണ്? റെസ്പോൺസ് ആണ് അല്ലെങ്കിൽ പ്രതികരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അനുബന്ധനത്തിന് മുമ്പ് സംഭവിക്കുന്നതും അനുബന്ധനത്തിന് ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ ആദ്യം എന്ത് സംഭവിച്ചു? പട്ടിക്ക് ഇറച്ചി കൊടുത്തു. ഇറച്ചി എന്ന് പറയുന്നത് എന്താണ്? ഒരു ചോദകമാണ് നമ്മൾ പറഞ്ഞില്ലേ. ആദ്യം നമ്മൾ മണിയൊച്ച ഒന്നും കേൾപ്പിക്കാതെ വെറുതെ ഇറച്ചി കൊടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ എന്താണ്? അത് അനുബന്ധനം ചെയ്യാത്ത ചോദകമാണ് അല്ലെങ്കിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതായത് വെറുതെ പട്ടിക്ക് എന്ത് കൊടുക്കുകയാണ്? ഫുഡ് അല്ലെങ്കിൽ ഇറച്ചി കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താണ്? അതിനെ ഒന്നും ചെയ്തിട്ടില്ല, മണിയൊച്ചയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ തുടങ്ങിയില്ല. അപ്പോൾ ആദ്യം വെറുതെ എന്ത് ചെയ്തു? പട്ടിക്ക് ഇറച്ചി കൊടുത്തു. അതെന്താണ്? അനുബന്ധനം ചെയ്യാത്ത ചോദകമാണ് അല്ലെങ്കിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വരുന്നുണ്ടല്ലേ. അതെന്താണ്? നമ്മൾ പറഞ്ഞു പട്ടിയുടെ വായിൽ നിന്ന് വരുന്ന സലൈവ എന്താണ്? റെസ്പോൺസ് ആണ് അല്ലെങ്കിൽ പ്രതികരണമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? അത് അനുബന്ധനം ചെയ്യാത്ത പ്രതികരണമാണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ ആദ്യം ഇറച്ചി കൊടുത്തു, അപ്പോൾ എന്ത് സംഭവിച്ചു? പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വന്നു. അപ്പോൾ സ്റ്റിമുലസ് വന്നു, റെസ്പോൺസും ഉണ്ട്
ഓക്കെ, അത് അനുബന്ധനം ചെയ്യാത്ത സ്റ്റിമുലസും അനുബന്ധനം ചെയ്യാത്ത റെസ്പോൺസുമാണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ അനുബന്ധനത്തിന് മുമ്പ്, അനുബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറച്ചി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മണിയൊച്ച കേൾപ്പിക്കുന്നു. ആ മണിയൊച്ച കേൾപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ഈ അനുബന്ധനം ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് അനുബന്ധനത്തിന് മുമ്പ് ഇറച്ചി കൊടുക്കുന്നു. ഇറച്ചി കൊടുക്കുമ്പോൾ ആ ഇറച്ചിയെ നമുക്ക് എന്ത് പറയാം, അനുബന്ധനം ചെയ്യാത്ത ചോദകം എന്ന് പറയാം. അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയാം. അപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് എന്ത് വരുന്നു, സലീവ വരുന്നു. അത് എന്താണ്, അനുബന്ധനം ചെയ്യാത്ത പ്രതികരണമാണ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അനുബന്ധനത്തിന് ശേഷം, അതായത് നമ്മൾ ഇറച്ചി കൊടുക്കുന്ന സമയത്തെല്ലാം ഇറച്ചിയോടൊപ്പം മണിയൊച്ച കേൾപ്പിച്ചു. പിന്നീട് നമ്മൾ എന്താണ്, മണിയൊച്ച മാത്രം കേൾപ്പിക്കുകയാണ് അല്ലേ. ഇറച്ചി കൊടുക്കാതെ മണിയൊച്ച മാത്രം കേൾപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ മണിയൊച്ചയെ നമുക്ക് എന്ത് വിളിക്കാം, അനുബന്ധിത ചോദകം അല്ലെങ്കിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയാം. അതായത് ഇറച്ചിയോടൊപ്പം തന്നെ എന്തും കേൾപ്പിച്ചിരുന്നു, മണിയൊച്ചയും കേൾപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് അനുബന്ധിത ചോദകമാണ്. ആ മണിയൊച്ചയെ നമുക്ക് എന്ത് പറയാം, അനുബന്ധിത ചോദകം അല്ലെങ്കിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയാം. അപ്പോൾ എന്ത് സംഭവിച്ചു, പട്ടിയുടെ വായിൽ നിന്ന് മണിയൊച്ച കേട്ടപ്പോൾ സലീവ വന്നു. അതിനെ നമുക്ക് എന്ത് പറയാം, അനുബന്ധിത പ്രതികരണം എന്ന് പറയാം, കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയാം. അപ്പോൾ അനുബന്ധനത്തിന് മുമ്പ് ഇറച്ചി എന്ന് പറയുന്നത് എന്താണ്, അത് അനുബന്ധനം ചെയ്യാത്ത ചോദകമാണ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് സലീവ വരുന്നു. അതിനെ അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം അല്ലെങ്കിൽ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നറിയപ്പെടുന്നു. പിന്നീട് മണിയൊച്ച കേൾപ്പിച്ചപ്പോൾ അത് അനുബന്ധിത ചോദകമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, സലീവ വരുന്നില്ല. ഓക്കെ, ഇനി അനുബന്ധനത്തിന് ശേഷം, അതായത് ഇങ്ങനെ മണിയൊച്ച കേൾപ്പിച്ചതിന് ശേഷം സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആ മണിയൊച്ച കേൾപ്പിക്കുമ്പോൾ, അതായത് ഇറച്ചി കൊടുക്കുന്ന സമയത്തെല്ലാം എന്തുണ്ട്, മണിയൊച്ച കേൾപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇറച്ചി കൊടുക്കാതെ മണിയൊച്ച മാത്രം കേൾപ്പിച്ചപ്പോൾ അത് അനുബന്ധിത ചോദകമാണ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, സലീവ വന്നു. ആ സലീവയെ നമുക്ക് എന്ത് പറയാം, അനുബന്ധിത പ്രതികരണം അല്ലെങ്കിൽ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയാം. ഈ ഒരു അനുബന്ധനത്തിന് വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു ക്ലാസ്സിൽ ടീച്ചർ കയറിയിട്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ ആനയെന്ന് എഴുതിയ അല്ലെങ്കിൽ ആനയുടെ ഒരു ചിത്രം കാണിക്കുന്നു. ആനയുടെ ഒരു ചിത്രം കാണിക്കുന്നതിനോടൊപ്പം ആനയെന്ന് പറഞ്ഞുകൊണ്ട് ആനയെന്ന് എഴുതിയ ഒരു ബോർഡും കാണിക്കുന്നു. അപ്പോൾ ചിത്രവും കാണിച്ച് കാർഡും കാണിച്ച്, ആനയുടെ ചിത്രവും കാണിക്കുന്നുണ്ട്, ആനയെന്ന് എഴുതിയ ഒരു ബോർഡും കാണിക്കുന്നുണ്ട്. ചിത്രവും കാർഡും കാണിക്കുമ്പോഴെല്ലാം ആനയെന്ന് പറയാൻ കുട്ടിയോട് ആവശ്യപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞ് ചിത്രം കാണിക്കാതെ ആ പദം എഴുതിയ കാർഡ് മാത്രം കുട്ടിയെ കാണിക്കുന്നു. അപ്പോൾ കുട്ടി എന്ത് പറയും, ആനയെന്ന് പറഞ്ഞുകൊണ്ട് അതിന് റെസ്പോൺസ് നൽകുന്നു. ഓക്കെ, അപ്പോൾ കുട്ടി ആന എന്ന പദവും അതിൻ്റെ ഉച്ചാരണവും ചിത്രത്തിലെ രൂപവുമായിട്ട് ബന്ധപ്പെടുത്തി. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് തോണ്ടയ്ക്കിൻ്റെ പഠന സിദ്ധാന്തമാണ്. തോണ്ടയ്ക്കിൻ്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ കണക്ഷനിസം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്നൊക്കെയാണ്. അറിഞ്ഞിരിക്കുക, തോണ്ടയ്ക്കിൻ്റെ പഠന സിദ്ധാന്തങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്, ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ കണക്ഷനിസം അല്ലെങ്കിൽ ബോണ്ട് തിയറി. ഇതെല്ലാം ഒന്നാണ്. മലയാളത്തിൻ്റെ മറ്റൊരു പേരാണ്, മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ബന്ധസിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, ബന്ധം എന്ന് പറഞ്ഞാൽ അറിയാലോ, കണക്ഷൻ. ഇപ്പോൾ കണക്ഷനിസം അല്ലെങ്കിൽ ബോണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ബന്ധം എന്നുള്ള അർത്ഥമല്ല. അപ്പം ബോണ്ട് അല്ലെങ്കിൽ കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ ഈ ഒരു പേരുകളെല്ലാം ഓർത്ത് വെച്ചേക്കുക. ബന്ധസിദ്ധാന്തം, കണക്ഷനിസം, ബോണ്ട് തിയറി ഇതെല്ലാം ആരുടേതാണ്, തോണ്ടയ്ക്കിൻ്റെ പഠന സിദ്ധാന്തത്തെ അറിയപ്പെടുന്ന പേരാണ്. തോണ്ടയ്ക്കിൻ്റെ അഭിപ്രായത്തിൽ ചോദകവും പ്രതികരണവും, സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്, തോണ്ടയ്ക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തോണ്ടയ്ക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്, തോണ്ടയ്ക്കിൻ്റെ അഭിപ്രായത്തിൽ ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനം. മനസ്സിലാക്കി വെക്കുക, തോണ്ടയ്ക്ക് പറഞ്ഞത് എന്താണ്, ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനം. ഇത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അവ തിരുത്തിയാണ് ബന്ധങ്ങൾ രൂപവൽക്കരിക്കുന്നത്. ഒരു പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അവ തിരുത്തിക്കൊണ്ടാണ് ബന്ധങ്ങൾ രൂപവൽക്കരിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്, തോണ്ടയ്ക്ക്. അതുകൊണ്ട് ഈ ഒരു സിദ്ധാന്തത്തെ ശ്രമപരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അവ തിരുത്തിയാണ് ബന്ധങ്ങൾ രൂപവൽക്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ എന്തറിയപ്പെടുന്നു, ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നു. ആരുടെ, തോണ്ടയ്ക്കിൻ്റെ പഠന സിദ്ധാന്തങ്ങളെ അറിയപ്പെടുന്നത് ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തങ്ങൾ എന്നൊക്കെയാണ്. നമ്മുടെ മനസ്സ് ഒരു സ്വിച്ച് ബോർഡിനെ പോലെയാണ്, ഒരു ടെലഫോണിൻ്റെ സ്വിച്ച് ബോർഡിനെ പോലെയാണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ തോണ്ടയ്ക്ക് പറയുന്നത്. ചോദകങ്ങളെ തിരഞ്ഞെടുക്കുകയും
അനുയോജ്യമായ പ്രതികരണങ്ങളായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് തോണ്ടയ്ക്ക് പറയുന്നത്. അപ്പോൾ തോണ്ടയ്ക്കിൻ്റെ പഠന സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബന്ധസിദ്ധാന്തം, കണക്ഷനിസം, ബോണ്ട് തിയറി ഇതെല്ലാം ആരുടേതാണ്? തോണ്ടയ്ക്കിൻ്റെയാണ്. തോണ്ടയ്ക്കിൻ്റെ അഭിപ്രായത്തിൽ ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനം. പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അവ തിരുത്തിയാണ് ബന്ധങ്ങൾ രൂപവൽക്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിദ്ധാന്തത്തെ ശ്രമപരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ തിയറി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സ് ടെലഫോണിൻ്റെ സ്വിച്ച് ബോർഡിനെ പോലെയാണ്. ചോദ്യങ്ങളെ തിരഞ്ഞെടുക്കുകയും അനുയോജ്യമായ പ്രതികരണങ്ങളുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് തോണ്ടയ്ക്ക് പറഞ്ഞത്. തോണ്ടയ്ക്കിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. പൂച്ചയെ വെച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതേപോലെ മത്സ്യങ്ങളിൽ അദ്ദേഹം എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്, കോഴികളിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്, നായയിലും കുരങ്ങിലുമെല്ലാം നമ്മുടെ തോണ്ടയ്ക്ക് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും പൂച്ചയിലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റാണ് പ്രധാനമായിട്ടും വളരെ പ്രസക്തി ആർജിച്ച ഒന്നെന്ന് പറയാം. അദ്ദേഹം വിശക്കുന്ന ഒരു പൂച്ചയെ ഒരു കൂട്ടിലടക്കുകയാണ്. ആ കൂട്ടിനെന്തുണ്ട്? ഒരു ലിവറുണ്ട്. ആ ലിവറിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കൂടിൻ്റെ ഡോറ് തുറക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ആ ഒരു കൂട്ടിൽ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ ജനൽ കമ്പികളൊക്കെ ഉണ്ട്. അതിട്ട് ആ കൂട്ടിന് വെളിയിലായിട്ട് അദ്ദേഹം ഒരു മത്സ്യത്തെ കൊണ്ടുവെക്കുന്നു. അപ്പം വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഒരു പൂച്ചയാണ്. അപ്പോൾ ഈ ഒരു മത്സ്യം കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ മത്സ്യം എടുക്കാൻ വേണ്ടി പൂച്ച കുറേ ശ്രമിക്കും. ആ ചെറിയ ജനാലയ്ക്കുള്ളിൽ കൂടി തൻ്റെ കുഞ്ഞിക്കൈയൊക്കെ വെളിയിലിട്ടുകൊണ്ട് അത് ആ ഒരു മത്സ്യം എടുക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നു. പക്ഷേ എന്തെടുക്കാൻ പറ്റുന്നില്ല, അതിന് കൈ എത്തുന്നില്ല. ആ ഒരു ചെറിയ ജനാലയിൽ കൂടി അതിനെത്താത്ത തരത്തിലാണ് ആ മത്സ്യത്തെ അദ്ദേഹം വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ പൂച്ച എന്ത് ചെയ്യുന്നു? കുറേ ശ്രമിക്കുന്നു, അതിലൊന്നും കഴിയുന്നില്ല. അങ്ങനെ പൂച്ച എന്ത് ചെയ്യുന്നു? വിശന്ന് വലഞ്ഞ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടും. ആ ഓടുന്ന സമയത്ത് അറിയാതെ എന്ത് ചെയ്യുന്നു? തൻ്റെ കാൽ ആ ലിവറിൽ തട്ടുകയും ആ ലിവറിൽ തട്ടുന്ന സമയത്ത് ആ ഡോറ് തുറക്കുകയും ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? പൂച്ച വെള്ളിലോട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി ആ മീനെടുത്ത് കഴിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? പൂച്ച കൂട്ടിനകത്താക്കുന്നു, മീനെടുത്ത് വെളിയിൽ വെക്കുന്നു. അപ്പോൾ വീണ്ടും പൂച്ച എന്ത് ചെയ്യുന്നു? ആ ജനാലയിൽ കൂടി കൈയിട്ട് മീനെടുക്കാൻ ശ്രമിക്കുന്നു. അത് എടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ പൂച്ച വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിനകത്ത് കിടന്ന് ഓടുന്നു, ലിവറിൽ കൈ തട്ടുന്നു, ഡോറ് തുറക്കുന്നു, മീൻ കഴിക്കുന്നു. ഇതിങ്ങനെ പലതരത്തിൽ ആവർത്തിക്കപ്പെടുന്നു. കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ പൂച്ചയ്ക്ക് മനസ്സിലായി ലിവറിൽ തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡോറ് തുറക്കുന്നു, എനിക്ക് മീൻ കിട്ടും എന്ന് മനസ്സിലായി. പിന്നീട് പൂച്ചയെ കൂട്ടിലടച്ചപ്പോൾ പൂച്ച എന്ത് ചെയ്തു? നേരെ ലിവറിൽ തട്ടുകയും ഡോറ് തുറന്ന് ആ മീനെടുത്ത് കഴിക്കാൻ പഠിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും മനസ്സിലാകുന്ന എന്താണ്? തെറ്റായ രീതികൾ ഉപേക്ഷിക്കുകയും ശരിയായത് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണ്. അതായത് തെറ്റിൽ നിന്നും എന്ത് പഠിക്കുന്നു? ശരി പഠിക്കുന്നു എന്നാണ് ട്രയൽ ആൻഡ് എറർ. ഇതാണ് ആര് എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചത്? തോണ്ടയ്ക്ക് എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് തോണ്ടയ്ക്കിൻ്റെ ആ ഒരു പരീക്ഷണം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം തെറ്റിൽ നിന്ന് ശരി പഠിക്കുന്ന തിയറി, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അദ്ദേഹത്തിൻ്റെ ആണെന്ന് മനസ്സിലായി. കണക്ഷനിസം, ബോണ്ട് തിയറി, അതേപോലെ ബന്ധസിദ്ധാന്തം, ഇതെല്ലാം ആരാണ്? തോണ്ടയ്ക്കാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായി. മനസ്സ് ടെലിഫോൺ സ്വിച്ച് ബോർഡിനെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ തോണ്ടയ്ക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തോണ്ടയ്ക്കിൻ്റെ പഠന നിയമങ്ങളാണ്. തോണ്ടയ്ക്കിൻ്റെ പഠന നിയമങ്ങൾ 3 എണ്ണമാണ്. 1 സന്നദ്ധതാ നിയമം, 2 ഫല നിയമം, 3 അഭ്യാസ നിയമം. ഇത് 3 ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് 3 ആരുടേതാണ്? തോണ്ടയ്ക്കിൻ്റേതാണെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. സന്നദ്ധതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ്, ഫല നിയമം ലോ ഓഫ് എഫക്റ്റ്, അഭ്യാസ നിയമം ലോ ഓഫ് എക്സസൈസ്. ഇത് 3 ആരുടേതാണെന്ന് മനസ്സിലാക്കണം? തോണ്ടയ്ക്കിൻ്റേതാണെന്ന് മനസ്സിലാക്കണം. ഒന്നാമതായിട്ടത് മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് നമുക്ക് സന്നദ്ധതാ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പഠിതാവ് പഠിക്കാൻ സന്നദ്ധനായിട്ടിരിക്കുമ്പോൾ അയാൾക്കത് ചെയ്യുക എന്ന് പറയുന്നത് സംതൃപ്തിയായിരിക്കും. അതായത് നമുക്ക് പഠിക്കാനൊരു ടെൻഡൻസി ഉള്ള സമയത്ത് നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നല്ലോണം മനസ്സിലാവും അല്ലേ? അല്ലാതെ നമുക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത സമയത്ത് ഒരാൾ നിർബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തലയിൽ കയറത്തില്ല. അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത സമയത്ത് പഠിക്കാൻ ശ്രമിച്ചാൽ അത് മനസ്സിലാവത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു വ്യക്തി സന്നദ്ധനായിരിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് സംതൃപ്തിയിൽ വയ്ക്കുമെന്നാണ് ലോ ഓഫ് റെഡിനെസ് അല്ലെങ്കിൽ സന്നദ്ധതാ നിയമം കൊണ്ട് തോണ്ടയ്ക്ക് ഉദ്ദേശിക്കുന്നത്. ഒരു പഠിക്കാൻ സന്നദ്ധനായിട്ടിരിക്കുമ്പോൾ അയാൾക്കത് ചെയ്യുക എന്ന് പറയുന്നത് സംതൃപ്തിയായിരിക്കും. സന്നദ്ധതയില്ലെങ്കിൽ പഠിക്കുക എന്നത് പറയുന്നത് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് ആര് പറയുന്നത്? തോണ്ടയ്ക്ക് പറയുന്നത്. അപ്പോൾ സന്നദ്ധതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ് ആരുടേതാണ്? തോണ്ടയ്ക്കിൻ്റേതാണ്. രണ്ടാമത്തേതാണ് ഫല നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ്. പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൻ്റെ ഫലമായി നമുക്ക് നല്ലൊരു വിജയം കൈവരിച്ചാൽ നമുക്ക് ആ ഒരു പാതയിലൂടെ വീണ്ടും മുന്നേറാനുള്ളൊരു ടെൻഡൻസി നമ്മൾക്കുണ്ടാവുകയും
വീണ്ടും നമ്മൾ മുന്നേറുകയും ചെയ്യും. എന്നാൽ നമുക്കതിൽ നിന്നും ഒരു പരാജയമാണ് സംഭവിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശിക്ഷയാണ് ലഭിച്ചത്, അല്ലെങ്കിൽ പരാജയമാണ് നമുക്ക് സംഭവിച്ചതെങ്കിൽ നമുക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു ടെൻഡൻസിയും മനസ്സുമൊന്നും ഉണ്ടാവത്തില്ല. അത് നഷ്ടപ്പെടുമെന്നാണ് ഫല നിയമത്തിലൂടെ, ലോ ഓഫ് എഫക്റ്റിലൂടെ തോണ്ടയ്ക്ക് സൂചിപ്പിക്കുന്നത്. ഇനി അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസാണ്. പരിശീലനം എത്രത്തോളം ആവർത്തിക്കപ്പെടുന്നു അത്ര കൂടുതൽ നേരം ഒരു കാര്യം മനസ്സിൽ നിൽക്കും എന്ന് പറയുന്ന നിയമമാണ് അഭ്യാസ നിയമം. നമ്മൾ ഒരു കാര്യം പഠിക്കുന്നത് എത്രത്തോളം നമ്മൾ എക്സസൈസ് ചെയ്യുന്നുവോ, എത്രത്തോളം നമ്മൾ അഭ്യസിക്കുന്നുവോ അതിനനുസരിച്ച് അത്രയും നേരം കൂടുതൽ നമ്മളുടെ മനസ്സിൽ ആ കാര്യം ഉണ്ടാവും എന്നാണ്. ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ എത്രത്തോളം നേരം നമ്മളത് പഠിക്കുന്നു, എത്രത്തോളം നമ്മൾ റിവിഷൻ ചെയ്യുന്നു, അത്രത്തോളം നേരം അല്ലെങ്കിൽ അത്രത്തോളം അതിൻ്റെ ഇരട്ടി എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ ആ കാര്യം ഇരിക്കുന്നു. അതാണ് പറയുന്നത്, കൂടുതൽ പഠിക്കുന്നത് എന്നുള്ളതിലല്ല കാര്യം, പഠിക്കുന്ന കാര്യം തറവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും, ഈ ലോ ഓഫ് എക്സസൈസിൽ നിന്നും തോണ്ടയ്ക്ക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കുക. സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധനം അല്ലെങ്കിൽ ഓപ്പറൻ്റ് കണ്ടീഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധനം അല്ലെങ്കിൽ ഓപ്പറൻ്റ് കണ്ടീഷനിങ് സ്കിന്നറുടേതാണെന്ന് നമുക്കറിയാം. സ്കിന്നർ പ്രധാനമായിട്ടും എലിയിലും പ്രാവിലുമൊക്കെ പരീക്ഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സ്കിന്നർ. അതിൽ എലിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് വളരെ അറിയപ്പെടുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. അതായത് വിശന്ന ഒരു എലിയെ അദ്ദേഹം ഒരു പെട്ടിയിലാക്കുകയാണ്. പെട്ടിയുടെ ഉള്ളിൽ ഒരു ലിവർ വെക്കുന്നു. അതായത് നമ്മുടെ തോണ്ടയ്ക്ക് പൂച്ചയിൽ നടത്തിയ പരീക്ഷണം പോലെ തന്നെയാണ് എലിയിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണം എന്ന് പറയുന്നത്. അതായത് വിശക്കുന്ന ഒരു എലിയെ സ്കിന്നർ പെട്ടിയിലാക്കുന്നു, പെട്ടിയിൽ ഒരു ലിവർ വെക്കുന്നു, അതിൽ തട്ടിക്കഴിഞ്ഞാൽ അതിന് ഫുഡ് കിട്ടുന്നു. അങ്ങനത്തെ ഒരു സംവിധാനമാണ് ആ പെട്ടിക്കകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എലി ഇങ്ങനെ ഓടുന്നതിനിടയിൽ ലിവറിൽ കാല് തട്ടുകയും അതിന് ഫുഡ് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ക്രമേണ ലിവർ അമർത്തിക്കൊണ്ട് ആഹാരം കിട്ടുന്ന ഒരു വഴി എലി പഠിക്കുന്നു. അപ്പോൾ ഫുഡ് എന്ന് പറയുന്ന ഒരു സമ്മാനം കിട്ടിയപ്പോൾ എലി കൂടുതൽ ശക്തമായിട്ട് ആ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയെന്നാണ് സ്കിന്നർ പറയുന്നത്. ഓക്കെ, പിന്നീട് ലിവറിൽ തട്ടിയപ്പോൾ ഫുഡ് കിട്ടാതായപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ശക്തി കുറയുകയും ചെയ്തു എന്ന് സ്കിന്നർ പറയും. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് പ്രബലനം അല്ലെങ്കിൽ സമ്മാനത്തിന് ശക്തി കുറഞ്ഞപ്പോൾ, റെസ്പോൺസിന് ശക്തി കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ആ പ്രവർത്തനത്തിൻ്റെ ശക്തി കുറഞ്ഞു എന്നാണ് സ്കിന്നർ ഇവിടെ പറഞ്ഞത്. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസിനെ കുറിച്ച് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളും പ്രതികരണത്തിന് ഒരു ചോദകം കൂടിയേ തീരൂ എന്ന് വിശ്വസിച്ചവരാണ്. അതായത് ഒരു പ്രതികരണം ഉണ്ടാകണമെങ്കിൽ ഒരു ചോദകം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞവരാണ്. എന്നാൽ സ്കിന്നർ അതിന് പ്രാധാന്യം നൽകിയത് എന്താണ്? ഓപ്പറൻ്റ് പ്രതികരണങ്ങൾക്കാണ് സ്കിന്നർ പ്രാധാന്യം നൽകിയത്. ചോദകത്തിനല്ല സ്കിന്നർ പ്രാധാന്യം നൽകിയത്. എന്താണ്? പ്രതികരണങ്ങൾക്കാണ്. അതായത് ഫുഡ് എന്ന് പറയുന്ന ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്ന ഒരു സമ്മാനം പ്രബലനം കിട്ടിയപ്പോൾ എലി കൂടുതൽ ശക്തിയായിട്ട് ആ പ്രവർത്തനത്തെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഫുഡ് കിട്ടാതെ ആയപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഒരു പ്രവർത്തനത്തിൻ്റെ ശക്തി എലി കുറയ്ക്കുകയാണ് അവിടെ ഉണ്ടായത്. ഉടനടിയുള്ള ഒരു പ്രബലനം ക്ലാസ് മുറിയിൽ പ്രയോഗിക്കണമെന്നും നന്നായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ ഉടനടി പ്രശംസിക്കുന്നത് വളരെ വൈകി നൽകുന്ന ഗ്രേഡിനേക്കാൾ ശക്തമായ ഒരു പ്രബലനമാണെന്നാണ് സ്കിന്നർ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് പ്രബലനത്തെ രണ്ടായിട്ട് തിരിക്കാം. പോസിറ്റീവ് പ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്നും നെഗറ്റീവ് പ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്നും നമുക്ക് രണ്ടായി തിരിക്കാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ധനം എന്നാണ് ഇവിടെ മലയാളം. ധനപ്രബലനമെന്നും ഋണപ്രബലനമെന്നും പ്രബലനത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ പ്രശംസ, അധ്യാപകൻ്റെ ഒരു പ്രശംസ, അല്ലെങ്കിൽ അധ്യാപകൻ്റെ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ അധ്യാപകൻ്റെ ഒരു അംഗീകാരം, അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവ്വമുള്ള ഒരു തലോടൽ, ഇതൊക്കെ ശരിയായ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യാൻ ഒരു പഠിതാവിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെയെല്ലാം നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ധനപ്രബലനം എന്ന് പറയാം. അപ്പോൾ താഴെ പറയുന്നവയിൽ ധനപ്രബലനത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ കിട്ടണം അധ്യാപകൻ്റെ ഒരു പ്രശംസ, അല്ലെങ്കിൽ അധ്യാപകൻ്റെ ഒരു പുഞ്ചിരി, അധ്യാപകൻ്റെ അംഗീകാരം, സ്നേഹപൂർവ്വമുള്ള ഒരു തലോടൽ. ഇതിനെയെല്ലാം ശരിയായിട്ട് കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യാൻ ഒരു പഠിതാവിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിനെയെല്ലാം നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ധനപ്രബലനം എന്ന് പറയാം. ഇനി നെഗറ്റീവ് പ്രബലനം അല്ലെങ്കിൽ ഋണപ്രബലനം എന്ന് പറഞ്ഞാൽ ശിക്ഷ കിട്ടാതിരിക്കാനായി നല്ലപോലെ പഠിക്കുക എന്ന രീതി ആവർത്തിക്കുന്നു. ശിക്ഷ കിട്ടാതിരിക്കാനായിട്ട് നല്ലപോലെ പഠിക്കുക എന്ന രീതി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉദാഹരണമാണ്. ഒരു കുട്ടി അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ പൊസിഷൻ ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ പഠിക്കുന്നു. അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നല്ലതുപോലെ ചെയ്യുന്ന കുട്ടികളെ ഇമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കാനെന്ന് അധ്യാപകൻ പറയുമ്പോൾ ചിട്ടയായ അഭ്യാസങ്ങൾ ചെയ്യുന്ന ഒരു നല്ല ശീലം കുട്ടിയിൽ വളരുന്നു. ഇതെന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിന് അല്ലെങ്കിൽ ഋണപ്രബലനത്തിന് ഉദാഹരണമാണ്.
നല്ലപോലെ പാഠങ്ങൾ എക്സസൈസുകൾ ചെയ്തു വരുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ നല്ലപോലെ ഹോംവർക്ക് ചെയ്തു വരുന്ന കുട്ടിക്ക്, നല്ലപോലെ പഠിച്ചിട്ട് വരുന്ന കുട്ടികളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അധ്യാപകൻ പറയുമ്പോൾ കുട്ടികൾ ചിട്ടയായിട്ട് പഠിക്കുകയും ആ എക്സസൈസുകൾ, പ്രവർത്തനങ്ങളൊക്കെ, ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു വരുമ്പോൾ അതിനെന്ത് ഉദാഹരണമാണത്? നെഗറ്റീവ് പ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഋണപ്രബലനത്തിന് ഉദാഹരണമാണ്. അടുത്തതായിട്ട് നമ്മൾ വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് തിയറീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പഠന സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള 3 സൈക്കോളജിസ്റ്റുകളെ മനസ്സിലാക്കുക. വെർത്തിമർ, കോഫ്ക, കൊഹ്ലർ. ഇവർ 3 പേരുമാണ് പ്രധാനമായിട്ടും അന്തർദൃഷ്ടി പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വക്താക്കളെന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ കൊഹ്ലറുടെ ഒരു പ്രധാനപ്പെട്ട എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതെന്നാൽ 3 പരീക്ഷണങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ട് നടത്തിയത്. അതിൽ ഒന്നാമത്തെ പരീക്ഷണം ഇങ്ങനെയാണ്. സുൽത്താൻ എന്ന് പേര് നൽകിയിട്ടുള്ള ഒരു ചിമ്പാൻസി അദ്ദേഹം ഒരു കൂട്ടിലടയ്ക്കുന്നു. കൂട്ടിനകത്തൊരു വടിയും പുറത്ത് കുറച്ച് പഴങ്ങളും വെക്കുന്നു. അതെടുക്കാൻ വേണ്ടി ചിമ്പാൻസി കുറേ പരിശ്രമിക്കുന്നു. എന്നാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കിട്ടുന്നില്ല, ആ പഴം എടുക്കാൻ പറ്റുന്നില്ല. പിന്നീട് കൂട്ടിനകത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നടന്ന ശേഷം ആ ഒരു കമ്പ്, കൂട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഒരു കമ്പ് എടുത്തുകൊണ്ട് ആ വെളിയിലിരിക്കുന്ന പഴത്തെ അത് വലിച്ചെടുക്കുകയാണ് ഉണ്ടായത്. രണ്ടാമത്തെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ വലുതും ചെറുതുമായ 2 വടികൾ കൂട്ടിൽ വെക്കുന്നു. എന്നിട്ട് പഴമെടുത്ത് വെളിയിൽ വെക്കുന്നു. കൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചിമ്പാൻസി എന്ത് ചെയ്യുന്നു? ആദ്യമൊക്കെ പഴം എടുക്കാൻ നോക്കുന്നു, നടക്കുന്നില്ല. പിന്നീട് ഒരു വടി എടുത്തുകൊണ്ട് പഴം എടുക്കാൻ നോക്കുന്നു, അപ്പോൾ എത്തുന്നില്ല. അപ്പോൾ പിന്നെ ചിമ്പാൻസി കുറേ നേരം നടന്നിട്ട് എന്ത് ചെയ്യുന്നു? മറ്റേ വലിയ വടി എടുത്തുകൊണ്ട് കൂട്ടി യോജിപ്പിച്ച് അതിനെ ആ ഒരു വെളിയിലിരിക്കുന്ന ആ ഒരു പഴത്തെ എടുക്കാൻ ശ്രമിച്ചു. മൂന്നാമതായിട്ട് വീണ്ടും പഴങ്ങൾ കൂടിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു പെട്ടി ആ ഒരു മൂലയിലിടുന്നു, അതായത് കൂട്ടിൻ്റെ മൂലയിലിടുന്നു. പഴം എത്തിപ്പിടിക്കാൻ ഈ ഒരു ചിമ്പാൻസി നോക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അവസാനം കൂട്ടിലിരിക്കുന്ന ഒരു പെട്ടി എടുത്തുകൊണ്ട് ആ പെട്ടിയുടെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് ആ പഴം എടുക്കാൻ ചിമ്പാൻസി ശ്രമിക്കുന്നു, അത് വിജയിക്കുന്നു. പിന്നീട് നാലാമത് 2 പെട്ടികൾ കൂട്ടിൽ വെക്കുന്നു. 2 പെട്ടിയും ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ പഴം എടുക്കാൻ പറ്റൂ. ചിമ്പാൻസി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം ഒരു പെട്ടി എടുക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. അവസാനം ചിമ്പാൻസി 2 പെട്ടിയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ആ ഒരു പഴം എടുക്കുന്നു. കൊഹ്ലർ ഈ ഒരു തിയറിയിലൂടെ പറയുന്നത് ഇങ്ങനെ ഓരോ ജീവിയും തൻ്റെ അന്തർദൃഷ്ടിയിലൂടെ അല്ലെങ്കിൽ ഉൾക്കാഴ്ചയിലൂടെ, ഇൻസൈറ്റിലൂടെ ഒരു പ്രശ്നപരിഹരണം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് നടത്തുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഓക്കെ, ഓരോ ജീവി, മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ എന്താവട്ടെ, തൻ്റെ അന്തർദൃഷ്ടി അല്ലെങ്കിൽ ഉൾക്കാഴ്ച, മനസ്സിലായോ? ഉൾക്കാഴ്ച അല്ലെങ്കിൽ അന്തർദൃഷ്ടിയിലൂടെ, ഇൻസൈറ്റിലൂടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ പഠിക്കുന്നു എന്നാണ് കൊഹ്ലർ ഈ ഒരു തിയറിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ, അതായത് ജസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ്. ഈ സമഗ്ര വീക്ഷണ മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഓരോ മനുഷ്യരും അവർ ഒരു വീക്ഷണ രംഗത്തിലെ വിവിധ അംശങ്ങളെ സംയുക്തവും അർത്ഥപൂർണവുമായിട്ട് മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുന്നു എന്നാണ്. അതായത് ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യത്തെ കണ്ടു കഴിഞ്ഞാൽ തൻ്റേതായ രീതിയിൽ അതിനെ മനസ്സിലൊരു ഇമാജിൻ ചെയ്തുകൊണ്ട് പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ പറയുന്ന സമഗ്രതാ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സമഗ്രതാ മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. അവരുടെ അഭിപ്രായത്തിൽ പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. ജസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ് അവർ നടപ്പിലാക്കി. പ്രധാനമായും 4 സമഗ്രതാ നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്നാമത്തേതാണ് സാമ്യതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയും. ഒരു ചിത്രം നമുക്ക് സൈഡിൽ കാണാം. നമുക്ക് ആ ചിത്രം കാണുമ്പോൾ എന്തായിട്ട് തോന്നുന്നു? ഒരു ത്രികോണം അല്ലേ, 2 ത്രികോണങ്ങളായിട്ട് നമ്മൾ ആ ഒരു ചിത്രത്തെ വീക്ഷിക്കുകയാണ്. ഒരു ചെറിയ ഡോട്ടുകൾ ഉള്ള ഒരു വലിയ ത്രികോണം, അതിന് ചുറ്റിലും വലിയ 3 ഡോട്ടുകളുള്ള മറ്റൊരു ത്രികോണവുമായിട്ട് നമ്മളതിനെ വീക്ഷിക്കുന്നു. ചോദക സംഘാതത്തിൻ്റെ അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ചോദക സംഘാതത്തിൻ്റെ അംശങ്ങളെ, ചോദകം അതായത് സ്റ്റിമുലസ്, ഇവിടെ ചോദകം എന്ന് പറയുന്നത് ആ ഒരു ചിത്രമാണ്. അപ്പം ചോദക സംഘാതത്തിൻ്റെ അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യാൻ, അതായത് ചെറിയ ചെറിയ വൃത്തങ്ങളെ, ആ ഡോട്ടുകളെ നമ്മൾ എന്താക്കി എടുക്കുന്നു? അതൊരു ത്രികോണമാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അവയെ പരസ്പര ബന്ധിതമായിട്ട് നമ്മൾ പ്രത്യക്ഷണം ചെയ്യുന്നു എന്നാണ് ഈ സാമ്യതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് സിമിലാരിറ്റിയിൽ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഠനത്തിലെ സമഗ്രതാ നിയമത്തിൽ ഒന്നാമത്തെ നിയമമാണ് ഇത്, സാമ്യതാ നിയമം. സാമ്യത, നമ്മളത് ഒരു വൃത്തത്തെ നമ്മൾ എന്തായിട്ട് സാമ്യപ്പെടുത്തുന്നു? ഒരു ത്രികോണമായിട്ട് സാമ്യപ്പെടുത്തുന്നു.
ഇനി രണ്ടാമത്തെയാണ് സാമീപ്യ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് പ്രോക്സിമിറ്റി. പറഞ്ഞാൽ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗചിത്രീകരണത്തിൻ്റെ ഭാഗമായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയ വരയും ഒരു വലിയ വരയും, അതേപോലെ മറ്റൊരു ചെറിയ വര, ഒരു വലിയ വര, ഇതിനെയെല്ലാം ഒരു ഗ്രൂപ്പായി കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പായി നമ്മൾ മനസ്സിലാക്കുന്നു. മൂന്നാമത്തേതാണ് സമ്പൂർണ്ണ നിയമം, ലോ ഓഫ് ക്ലോഷർ. ഇവിടെ ഒരു വൃത്തം എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അതിന് വിടവുകളുണ്ട്. അതൊരു പൂർണ്ണ വൃത്തമല്ല, എങ്കിൽ തന്നെ നമ്മളതൊരു വൃത്തമായിട്ട് കാണാൻ ശ്രമിക്കുന്നു. നമ്മുടെ മനസ്സ് അങ്ങനെ ഒരു വൃത്തമായിട്ട് കാണാൻ ശ്രമിക്കുന്നു. മനുഷ്യ മനസ്സ് അപൂർണതകൾ കണ്ടാൽ പൂർണ്ണമാക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു എന്ന് പറയുന്ന നിയമമാണ് ഇത് സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ചിത്രത്തിലെ വൃത്താംശങ്ങൾ കൂട്ടിയിണക്കി ഒരു പൂർണ്ണ വൃത്തമായി അതിനെ കാണാൻ നമ്മുടെ മനസ്സ് ശ്രമിക്കുന്നു. ഇതിനെയാണ് സമ്പൂർണ്ണ നിയമം, ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. നാലാമത്തെയാണ് തുടർച്ചാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കണ്ടിന്യൂറ്റി. അർത്ഥപൂർണമായ ഒരു തുടർ രേഖ അല്ലെങ്കിൽ തുടർ രൂപമാതൃക ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തിനെയെങ്കിലും നാം ശൃംഖലനം ചെയ്യുന്നു എന്ന് പറയുന്ന നിയമമാണ് തുടർച്ചാ നിയമം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറിയാണ്. ഇത് ആവിഷ്കരിച്ചത് കട്ട് ലെവിൻ ആണെന്ന് മനസ്സിലാക്കുക. കട്ട് ലെവിൻ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറി എന്ന് പറയുന്നത്. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരാശയമാണ്. ഇത് മാനസിക ക്ഷേത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു വ്യക്തിയുടെ വ്യവഹാരം നടക്കുന്നത്. അതായത് തൻ്റെ കട്ടിലിനടിയിൽ ഒരു പാമ്പുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പാമ്പ് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. കാരണം അത് അയാളുടെ വ്യവഹാരത്തെ ബാധിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്ഷേത്ര സിദ്ധാന്തം എന്നതുകൊണ്ട് കട്ട് ലെവിൻ ഉദ്ദേശിക്കുന്നത്. ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെ പൊതുവെ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. കട്ട് ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ക്ഷേത്ര സിദ്ധാന്തം, ഫീൽഡ് തിയറി ആരുടേതാണ്? കട്ട് ലെവിൻ്റേതാണ്. അദ്ദേഹം മനസ്സിനെ ഒരു ക്ഷേത്രമായിട്ട് പുനർനിർമ്മിക്കുന്നു. മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മറ്റ് സൈക്കോളജിസ്റ്റുകളെ അപേക്ഷിച്ച് മനുഷ്യരിലാണ് കൂടുതലും അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയതെന്നും നമ്മൾ മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തിയറീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ വൈജ്ഞാനിക സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണെന്ന് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പിയാഷ്, ബ്രൂണർ, അസുബൽ, അതേപോലെ സുഷ്മാൻ. പിയാഷെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിയാഷ് തൻ്റെ സിദ്ധാന്തത്തെ പൊതുവായി വിശേഷിപ്പിച്ചത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പിയാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ, പിയാഷയുടെ സിദ്ധാന്തങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഒരു മനുഷ്യനിൽ എങ്ങനെയാണ് വിജ്ഞാനം വികസിക്കുന്നത് എന്നാണ് പിയാഷ ചിന്തിച്ചത്. അല്ലെങ്കിൽ പിയാഷയുടെ തിയറി മുഴുവനും എങ്ങനെയുള്ളതായിരുന്നു? ഒരു മനുഷ്യനിൽ എങ്ങനെയാണ് വിജ്ഞാനം വികസിക്കുന്നത് എന്നായിരുന്നു, നോളജ് എങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു എന്നതിലായിരുന്നു പിയാഷെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. തൻ്റെ പരിസ്ഥിതിയുമായി മനുഷ്യൻ ഇണങ്ങിച്ചേർന്ന് അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുന്നു. അങ്ങനെ തൻ്റെ മനസ്സിലൊരു വൈജ്ഞാനിക ഘടന അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ തിയറീസിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. പിയാഷയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം എന്ന് പറയുന്നത് സ്കീമയാണ്. മനസ്സിലാക്കുക, പിയാഷയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം എന്ന് പറയുന്നത് എന്താണ്? സ്കീമയാണ്. അതായത് ഒരു ജീവി ഉൾക്കൊണ്ട ഒരനുഭവത്തിൻ്റെ മാനസിക ബിംബമായിട്ട് നമുക്ക് ഈ ഒരു സ്കീമയെ കണക്കാക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഒരു കണ്ണടയ്ക്കുന്നത്, എഴുതുന്നത്, ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ഒരു കുട്ടി ടാറ്റ പറയുന്നത്, ഇതെല്ലാം എന്താണ്? ഓരോ സ്കീമകളാണ്. അപ്പോൾ പിയാഷയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകത്തെ എന്ത് വിശേഷിപ്പിക്കുന്നു? സ്കീമയെന്ന് പറയുന്നു. സ്കീമകളുടെ ഈ ഒരു ശ്രേണിയെ സ്കീം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പിയാഷയുടെ ഒരു ആശയമാണ് ബയോളജിക്കൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ജൈവാനുകൽപ്പനം. എന്താണെന്ന് ചോദിച്ചാൽ വൈജ്ഞാനിക വികസനം സംഭവിക്കുന്ന രീതി വിശദമാക്കാൻ പിയാഷെ കൊണ്ടുവന്നിട്ടുള്ള ഒരാശയമാണ് ജൈവാനുകൽപ്പനം അല്ലെങ്കിൽ ബയോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജൈവപരമായി നോക്കിയാൽ യാതൊരു ശല്യപ്പെടുത്തലുമില്ലാതെ ഇരിക്കുന്ന നിലയിൽ തന്നെ തുടരാനാണ് ഓരോ ജീവി ആഗ്രഹിക്കുന്നത്. കാരണം സമതുലനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്ന വഴി ഊർജ്ജനില വ്യതിചലിക്കുകയും അതുമൂലം ജീവി ഉത്കണ്ഠയും അപകടഭീതിയും അനുഭവിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് ആര് പറയുന്നത്? പിയാഷെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജൈവാനുകൽപ്പനം അല്ലെങ്കിൽ ബയോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്. മനോവ്യാപാരം നടക്കുന്നത് രണ്ട് രീതിയിലാണെന്നാണ് പിയാഷെ പറയുന്നത്. സാംശീകരണം വഴിയും അധിനിവേശനം വഴിയുമാണ് മനോവ്യാപാരം നടക്കുന്നത് എന്നാണ് പിയാഷെ പറയുന്നത്. അതായത് ഈ മനോവ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു,
പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെയൊക്കെയാണ് മനോവ്യാപാരം എന്നതുകൊണ്ട് പിയാഷെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനോവ്യാപാരം നടക്കുന്നത് സാംശീകരണം വഴിയും അസിമുലേഷൻ വഴിയും അധിനിവേശനം വഴി അല്ലെങ്കിൽ അക്കോമഡേഷൻ വഴിയുമാണെന്നാണ് പിയാഷെ പറയുന്നത്. അപ്പോൾ പിയാഷെയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. വൈജ്ഞാനിക സിദ്ധാന്തത്തിൻ്റെ വക്താവാണ് പിയാഷെ. അദ്ദേഹത്തിന് തൻ്റെ സിദ്ധാന്തങ്ങളെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. മനുഷ്യരിൽ വിജ്ഞാനം എങ്ങനെയാണ് വികസിക്കുന്നത് എന്നതിലായിരുന്നു പിയാഷെ ശ്രദ്ധ പതിപ്പിച്ചത്. തൻ്റെ പരിസ്ഥിതിയുമായി മനുഷ്യൻ ഇണങ്ങിച്ചേർന്ന് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന, അങ്ങനെ തൻ്റെ മനസ്സിലൊരു വൈജ്ഞാനിക ഘടന, ഒരു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകവും എന്ന് പറയുന്നത് സ്കീമയാണ്. ജീവി ഉൾക്കൊണ്ട ഒരു അനുഭവത്തിൻ്റെ മാനസിക ബിംബമായിട്ട് അതിനെ കണക്കാക്കാം, സ്കീമയെ കണക്കാക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണത്തിന് കണ്ണടയ്ക്കുന്നതും എഴുതുന്നതും ടാറ്റ പറയുന്നതും മുച്ചിരിക്കുന്നതും എല്ലാം എന്താണ് ഈ ഒരു സ്കീമയുടെ ഉദാഹരണങ്ങളാണ്. അല്ലെങ്കിൽ ഈ സ്കീമകളുടെ ഒരു ശ്രേണിയെ അദ്ദേഹം സ്കീമെന്ന് വിശേഷിപ്പിക്കുന്നു. വൈജ്ഞാനിക വികസനം സംഭവിക്കുന്ന രീതി വികസിതമാക്കാൻ അദ്ദേഹം കൊണ്ടുവന്ന ആശയമാണ് ജൈവാനുകൽപ്പനം അല്ലെങ്കിൽ ബയോളജിക്കൽ അഡാപ്റ്റേഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ജൈവപരമായിട്ട് നോക്കിയാൽ ഒരു ശല്യപ്പെടുത്തലും ഇല്ലാതെ ഇരിക്കുന്ന നിലയിൽ തുടരാനാണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. സമതുലനം നഷ്ടപ്പെടുക വഴി, ഇക്വിലിബ്രിയം നഷ്ടപ്പെടുക വഴി ഊർജ്ജനില വ്യതിചലിക്കുകയും അതുമൂലം ജീവി ഉത്കണ്ഠയും അപകടഭീതിയും ഒക്കെ അനുഭവിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയും. മനോവ്യാപാരം നടക്കുന്നത് സാംശീകരണം വഴിയും അധിനിവേശം വഴിയുമാണ് ാണ് അദ്ദേഹം പറയുന്നത്. അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പ്രോബ്ലം സോൾവ് ചെയ്യുകയൊക്കെ സാധിക്കുന്ന മനോവ്യാപാരം നടക്കുന്നത് സാംശീകരണം, അസിമുലേഷൻ വഴിയും അധിനിവേശനം, അക്കോമഡേഷൻ വഴി എന്നീ പ്രക്രിയയിലൂടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തായിട്ട് ബ്രൂണറുടെ വൈജ്ഞാനിക അനുമാനത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ബ്രൂണറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കണ്ടെത്തലുകളിലൂടെ പഠനത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. മനസ്സിലാക്കുക, കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം നൽകിയ സൈക്കോളജിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ബ്രൂണറാണ്. മനസ്സിലാക്കുക, ബ്രൂണറാണ് കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം നൽകിയത്. പഠിക്കൽ എന്ന പ്രയോഗം നടത്തിയത് ആരാണ്? ബ്രൂണറാണ്. പഠിക്കൽ എന്ന പ്രയോഗം നടത്തിയത് ആരാണ്? ബ്രൂണറാണ്. ഓരോ പഠിതാവും പഠിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം എന്ന് പറഞ്ഞതും ആരാണ്? ബ്രൂണറാണ്. ഓരോ പഠിതാവും പഠിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം എന്ന് പറഞ്ഞത് ബ്രൂണറാണ്. അതേപോലെ ബുദ്ധിപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട് എന്തും ഏത് നിലവാരത്തിലുള്ള ആരെയും പഠിപ്പിക്കാനാകുമെന്ന് പറഞ്ഞതും ആരാണ്? ബ്രൂണറാണ്. ബുദ്ധിപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട് എന്തും ഏത് നിലവാരത്തിലുമുള്ള ആരെയും പഠിപ്പിക്കാനാകുമെന്ന് പറഞ്ഞത് ആരാണ്? ബ്രൂണറാണ്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ലേണിംഗ് മോഡൽ, ആശയ പഠനം കൊണ്ടുവന്നത് ആരാണ്? ബ്രൂണറാണ്. ബ്രൂണറുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിന് പ്രാധാന്യം നൽകി, പഠിക്കൽ എന്ന പ്രയോഗം നടത്തി, ഓരോ പഠിതാവും പഠിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണമെന്നും ബുദ്ധിപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട് എന്തും ഏത് നിലവാരത്തിലുമുള്ള ആരെയും പഠിപ്പിക്കാനാകുമെന്നും ബ്രൂണർ പറഞ്ഞു. ആശയപഠനം, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ലേണിംഗ് അല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആരുടേതാണ്? ബ്രൂണറുടേതാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്ബലിൻ്റെ സ്വീകരണ പഠനം അല്ലെങ്കിൽ അർത്ഥപൂർണ്ണമായ ഭാഷാപര പഠനത്തെക്കുറിച്ചാണ്. നമുക്കറിയാം അസ്ബൽ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് അസ്ബലിൻ്റെ പഠന സിദ്ധാന്തത്തെ പൊതുവെ അറിയപ്പെടുന്നത് സ്വീകരണ പഠനം അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ് അല്ലെങ്കിൽ മീനിങ് വെർബൽ ലേണിംഗ് എന്നാണ്. അർത്ഥപൂർണ്ണമായ ഭാഷാപര പഠനം, അത് മനസ്സിലാക്കുക. അസ്ബലിൻ്റെ പഠന സിദ്ധാന്തങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? സ്വീകരണ പഠനം അല്ലെങ്കിൽ അർത്ഥപൂർണ്ണമായ ഭാഷാപര പഠനം. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. സ്വീകരണ പഠനം അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ് ഓർ മീനിങ് വെർബൽ ലേണിംഗ്, അർത്ഥപൂർണ്ണമായ ഭാഷാപര പഠനം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരുടെ പഠനത്തെയാണ്? ആരുടെ സിദ്ധാന്തങ്ങളെയാണ്? അസ്ബലിൻ്റെ സിദ്ധാന്തങ്ങളെയാണ്. അർത്ഥപൂർണ്ണമായ ഭാഷാപര പഠനം എങ്ങനെ നിർവഹിക്കണമെന്ന് വിശദമാക്കാൻ വേണ്ടി അസ്ബൽ രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന ധാരണയാണ് ഈ ഒരു സ്വീകരണ പഠനം അല്ലെങ്കിൽ അർത്ഥപൂർണ്ണമായ ഭാഷാപര പഠനം എന്നുള്ളത്. പുതിയ പാഠ്യവസ്തുക്കളെ മുമ്പ് പഠിച്ച പാഠ്യവസ്തുക്കളുമായി ബന്ധിപ്പിക്കുകയാണ് ഇദ്ദേഹം അതിലൂടെ അർത്ഥമാക്കുന്നത്. അതായത് പുതിയ പാഠ്യവസ്തുക്കളെ മുമ്പ് പഠിച്ചിട്ടുള്ള പാഠ്യവസ്തുക്കളുമായി ബന്ധിപ്പിക്കുകയാണ് അദ്ദേഹം ഇതിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് സുഷ്മാൻ്റെ പഠന സിദ്ധാന്തം നോക്കാം. പഠിതാക്കളെ ഗവേഷകരുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്ന് പറയുന്ന സിദ്ധാന്തമാണ് സുഷ്മാൻ്റെ പഠന സിദ്ധാന്തം. ഇപ്പോൾ സുഷ്മാൻ പറയുന്നത് എന്താണ്? പഠിതാക്കളെ ഓരോ ഗവേഷകരുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്നാണ്. അങ്ങനെ അത്തരത്തിലുള്ളൊരു സിദ്ധാന്തമാണ് ആരുടേത്? സുഷ്മാൻ്റെ പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് പ്രശ്ന സന്ദർഭങ്ങൾ അവതരിപ്പിച്ചും കുട്ടികളിൽ ജിജ്ഞാസ ഉണർത്തിയും സ്വയം പരിഹാരം കണ്ടെത്താൻ പഠിതാക്കളെ പ്രേരിപ്പിക്കാമെന്നാണ് സുഷ്മാൻ പറയുന്നത്. ഒരു പ്രശ്ന സന്ദർഭങ്ങളൊക്കെ അവതരിപ്പിച്ച് കുട്ടികളുടെ മുമ്പിൽ കൊടുക്കുക, കുട്ടികളിൽ ജിജ്ഞാസ ഉണർത്തുക, എന്നിട്ട് സ്വയം പരിഹാരം കണ്ടെത്താൻ പഠിതാക്കളെ പ്രേരിപ്പിക്കുക എന്നൊക്കെയാണ് ആര് പറയുന്നത്? സുഷ്മാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗവേഷകരുടെ സ്ഥാനത്ത് പഠിതാക്കളെ ഗവേഷകരുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്നാണ് സുഷ്മാൻ്റെ പഠന സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത്. അതേപോലെ ശരിയായ മാർഗ്ഗദർശനം ലഭിച്ചാൽ സ്വയം അന്വേഷണ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കുട്ടികൾ തൽപരരായിരിക്കുമെന്നാണ് സുഷ്മാൻ പറയുന്നത്. ഒരു ശരിയായ ഒരു മാർഗ്ഗദർശനം, ഒരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ
കുട്ടി എന്താണ് സ്വയം അന്വേഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുമെന്നാണ് ആര് പറയുന്നത്? സുഷ്മാൻ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള ഒരു ബോധന തന്ത്രമാണ് അന്വേഷണ പരിശീലനം അല്ലെങ്കിൽ എൻക്വയറി ട്രെയിനിങ്. അപ്പോൾ എൻക്വയറി ട്രെയിനിങ്, അന്വേഷണ പരിശീലനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുഷ്മാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. സുഷ്മാൻ്റെ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്വേഷണ പരിശീലനം. പഠിതാക്കളെ ഗവേഷകരുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്നാണ് സുഷ്മാൻ പറയുന്നത്. പ്രശ്ന സന്ദർഭങ്ങൾ അവതരിപ്പിച്ചും കുട്ടികളെ ജിജ്ഞാസ ഉണർത്തിയും സ്വയം പരിഹാരം കണ്ടെത്താൻ പഠിതാക്കളെ പ്രേരിപ്പിക്കണമെന്ന് സുഷ്മാൻ പറയുന്നു. ശരിയായ മാർഗ്ഗദർശനം ലഭിച്ചാൽ സ്വയം അന്വേഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കുട്ടികൾ താല്പര്യരായിരിക്കുമെന്ന് സുഷ്മാൻ പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്വേഷണ പരിശീലനം അല്ലെങ്കിൽ എൻക്വയറി ട്രെയിനിങ് എന്ന ബോധന തന്ത്രത്തിന് രൂപം കൊടുത്തു.